ന്യൂസിലേക്ക് സ്വാഗതം. അംഗൻവാടിയിലേക്ക് വഴിയില്ല, യാത്ര കാട്ടിലൂടെ. സ്പെഷ്യൽ റിപ്പോർട്ട് സജീവൻ കാരമുക്ക്. വാർത്ത വായിക്കുന്നത് ആശാപ്രകാശ്. അന്തിക്കാട് ഗ്രാമപഞ്ചായത്ത് 2ാം വാർഡിലെ 71 നമ്പർ വിദ്യ അംഗൻവാടിയിലേക്ക് അമ്മമാർക്കും കുട്ടികൾക്കും എത്തണമെങ്കിൽ കാട്ടിലൂടെ സഞ്ചരിക്കണം. ക്ഷുദ്രജീവികളുടെ ഉപദ്രവം ഏൽക്കാതെ ഓരോ ദിവസം എത്തുന്നതും തന്നെ ഭാഗ്യം. 2013 ഗീതാ ഗോപി MLA ആണ് അംഗൻവാടി കെട്ടിടം ഉദ്ഘാടനം ചെയ്തുവെങ്കിലും അംഗൻവാടിയിലേക്ക് എത്തുവാൻ വഴിയും കുടിവെള്ളവുമില്ല. സമീപത്തെ സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലൂടെയാണ് അംഗൻവാടിയിലേക്ക് എത്തിയിരുന്നത്. ഇപ്പോൾ പുൽക്കാടുകൾ വളർന്ന് നടന്നു പോകാൻ കഴിയാത്ത അവസ്ഥയിലാണെന്ന് രക്ഷിതാക്കൾ പറയുന്നു. നമുക്കൊരു 2013 സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള അംഗൻവാടിയാണ്. അപ്പോൾ നമുക്ക് കുട്ടികളെ ഇവിടെ കൊണ്ടുവരാനായിട്ടെന്ന് വെച്ചാൽ പൊതുവായിട്ടൊരു വഴിയില്ല. അതാണ് ബുദ്ധിമുട്ടുള്ള കാര്യം. മഴക്കാലമൊക്കെ ആയിക്കഴിഞ്ഞാൽ നമ്മൾ ഒരു വീടിൻ്റെ മുന്നിൽ കൂടിയാണ് വരാം. അവിടെയാണെങ്കിൽ കാടും പടലൊക്കെ പിടിച്ചിട്ട് ആകെ പ്രശ്നങ്ങളാണ്. പിന്നെ ജന്തുക്കളുടെ ശല്യം കാരണം നമുക്ക് കുട്ടികളെ കൊണ്ടുവന്ന് ഇപ്പോൾ അംഗൻവാടിക്ക് വിടാന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പിന്നെ നമുക്ക് പ്രധാനമായിട്ട് ഇവിടെ കുട്ടികൾക്ക് വേണ്ടത് നമുക്ക് കുടിവെള്ളമാണ്. ഇവിടെ ഈ അംഗൻവാടിയിൽ തുടങ്ങിയപ്പോൾ തൊട്ടിട്ട് നമുക്ക് കുടിവെള്ളമില്ല. അപ്പോൾ അപ്പുറത്തുനിന്ന് ഇപ്പുറത്തുനിന്നൊക്കെയാണ് കുട്ടികൾക്ക് ആവശ്യത്തിനുള്ള വെള്ളങ്ങൾ കൊണ്ടുവരിക. അപ്പം അതൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ എന്തെങ്കിലും ഒരു നടപടി ഉണ്ടാവണം എന്നാണ് ഞങ്ങൾ പറയുന്നത്. അപ്പോൾ നമ്മൾ കുട്ടികളെ അവിടേക്ക് വിടുന്ന കാര്യം കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. എല്ലാ രക്ഷിതാക്കൾക്കും ഇതേ അഭിപ്രായമാണുള്ളത്. മഴക്കാലമായ പ്രത്യേകിച്ച് ആകെ വെള്ളക്കെട്ട് കാര്യങ്ങളൊക്കെയാണ്. പിന്നെ കുട്ടികൾക്ക് പരിസരത്ത് കൂടെ വരാനുള്ള ബുദ്ധിമുട്ട്, പൊതുസ്ഥലങ്ങൾ മുഴുവൻ കാട് പിടിച്ചു കിടക്കണ ഒരു ഇതാണ് ഉള്ളത് ഈ അംഗനവാടിയിൽ. അപ്പോൾ അതിനെന്തെങ്കിലും ഒരു തീരുമാനമാക്കി തരണം. പുൽക്കാടുകൾ നിറഞ്ഞ വഴിയിലൂടെ നടന്നു വരുമ്പോൾ കുറുക്കൻ ചാടിയ സംഭവം ഉണ്ടായിട്ടുണ്ടെന്ന് പറയുന്നു. അംഗൻവാടിയിലേക്ക് കുട്ടികളെ പറഞ്ഞു വിടാൻ തന്നെ രക്ഷിതാക്കൾ ഭയക്കുകയാണ്. അതുകൊണ്ട് തന്നെ അംഗൻവാടിയിൽ കുട്ടികളുടെ എണ്ണം കുറഞ്ഞു വരുന്നു. വഴി പ്രശ്നം മാത്രമല്ല, രക്ഷിതാക്കൾക്ക് പറയുവാനുള്ളത് കുടിവെള്ളം പോലും ഇല്ല. അടുത്ത് തന്നെ 3 കുട്ടികളായി അംഗൻവാടിയിൽ പഠിക്കുന്നു. പക്ഷേ ഒരു മാറ്റം എന്ന് പറയുന്നത് ഈ സ്ഥലത്തിന് ഉണ്ടായിട്ടില്ല. ഇപ്പം മൂത്ത കുട്ടി 6ാം ക്ലാസ്സിലായി. പക്ഷേ അപ്പോഴും സെയിം അവസ്ഥ തന്നെയാണ് അംഗൻവാടിക്ക് ഉണ്ടായിട്ടുള്ളത്. ഇപ്പം നമുക്ക് വരാനായിട്ട് ഒരു വഴിയില്ല. വഴിയിൽ മുഴുവൻ ചെളിയാണ്, ചുറ്റും കാടാണ്. നമ്മൾ നടക്കണ ആ ഒരു വഴി മാത്രമേ നമുക്കുള്ളൂ. അപ്പോൾ കഴിഞ്ഞ ദിവസം ഈ അംഗൻവാടിയിൽ ഒരു കുട്ടിയുടെ അച്ഛമ്മ വന്നപ്പോൾ ആളുടെ മുമ്പിലേക്ക് കുറുക്കനാണ് ചാടി വന്നത്. എന്നിട്ട് ആൾ പേടിച്ച് മാറാണ് ഉണ്ടായത്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്തേക്ക് നമ്മളെങ്ങനെയാണ് കുട്ടികളെ കൊണ്ടുവരിക? അപ്പോൾ ഇതിനെന്തെങ്കിലും ഒരു പരിഹാരം നമുക്ക് ഉണ്ടാവണം. പിന്നെ ഓരോ ഹെൽപ്പർമാർ മാറി മാറി വരുമ്പോഴും നമുക്ക് വെള്ളമില്ല. അവർ രാവിലെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പുറത്തെ വീട്ടിൽ നിന്ന് വെള്ളം കൊണ്ടുവന്ന് ഇവിടെ മുഴുവൻ ക്ലീൻ ചെയ്ത് വരുമ്പോഴേക്കും എന്നിട്ടാണ് നമുക്ക് കുട്ടികളെ കൊണ്ടുവരാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ അവരപ്പുറത്തേക്ക് പോയി അവർ ഈ കാട്ടിൽ കൂടെ വേണം പോകണമെങ്കിൽ, എന്നിട്ട് കാട്ടിൽ കൂടെ പോയി വെള്ളം കൊണ്ടുവന്ന് അപ്പോൾ ഈ കുട്ടികൾക്ക് ആവശ്യത്തിനുള്ള ഇത്രയും വെള്ളം അവർ അവിടെ നിന്ന് ചുമന്ന് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഇതിനൊരു പരിഹാരം ഉണ്ടാവണം എന്ന് തന്നെയാണ് ഞങ്ങൾ എല്ലാവരും ആഗ്രഹിക്കുന്നത്. വഴിയുടെ കാര്യത്തിലും കുടിവെള്ള പ്രശ്നത്തിലും പഞ്ചായത്തും ശിശുവികസന അധികൃതരും MLAയും അടിയന്തരമായി ഇടപെട്ട് പരിഹരിക്കണമെന്നാണ് രക്ഷിതാക്കളുടെയും നാട്ടുകാരുടെയും ആവശ്യം. KVC ന്യൂസ്.